ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് തന്നെ പോവാം. നമ്മുടെ വീക്ക്ലി ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ്. ആര്യൻ തന്നെ ഓഫ് കോഴ്സ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ആര്യൻ തന്നെ ഈ ഒരു വീക്ക്ലി ടാസ്ക് തൂക്കിയിരിക്കുകയാണ്. അറൌണ്ട് 267 പോയിന്റ് എന്തോ ആണെന്ന് തോന്നുന്നു ആര്യൻ നേടിയിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാമായിരുന്നു തുടക്കം ആദ്യത്തെ 2 ദിവസങ്ങൾ തന്നെ ലീഡ് ചെയ്തുകൊണ്ടിരുന്ന ആര്യൻ തന്നെ ആയിരിക്കും വീക്ക്ലി ടാസ്ക് തൂക്കാൻ പോകുന്നതെന്നും അത്ര മനോഹരമായി തന്നെ ആര്യൻ ടാസ്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. ആര്യൻ നമുക്കറിയാം ടാസ്കുകളിൽ മുന്നിൽ തന്നെയാണ് ആര്യൻ എല്ലാ ടാസ്കുകളും ഈ ഒരു സീസണിൽ നോക്കിക്കഴിഞ്ഞാൽ. സോ ആര്യൻ തന്നെ നല്ല രീതിയിൽ തന്നെയാണ് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നതും. അതുപോലെ നമ്മുടെ അനീഷ്, അനിമോള് എന്നിവരൊക്കെ 198 പോയിന്റുമായിട്ട് അനീഷ്, അതുപോലെ തന്നെ 188 പോയിന്റുമായിട്ട് അനുമോള് ഒക്കെ നല്ല രീതിയിൽ ഒരു കോമ്പറ്റീഷൻ കൊടുത്തെങ്കിൽ പോലും ആര്യനെ സംബന്ധിച്ച് ഒരു 1 ലീഡോട് കൂടി തന്നെയാണ് ഈ വീക്ക്ലി ടാസ്ക് ജയിച്ചിരിക്കുന്നത്. വീക്ക്ലി ടാസ്ക് ജയിച്ചത് കൊണ്ട് തന്നെ നമ്മുടെ അടുത്ത ഒരു ആഴ്ചയിലായിരിക്കണം ടിക്കറ്റ് ടു ഫിനാലെ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് ടിക്കറ്റ് ടു ഫിനാലയിൽ എന്തോ ഒരു ബെനിഫിറ്റ്സ് ആര്യന് ലഭിക്കുമെന്നാണ് ബിഗ് ബോസ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. അതെന്താണ് എന്ന് നമുക്കറിയില്ല. ഓരോ സീസണുകളിലും എന്തെങ്കിലും ഒരു അഡീഷണൽ പോയിന്റ്സ് ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഗെയിമിൽ ഒരു അഡ്വാൻറ്റേജസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു രീതിയിൽ അധികം അങ്ങോട്ട് മറ്റുള്ള കണ്ടസ്റ്റൻസിനെ അഫക്ട് ചെയ്യാത്ത രീതിയിലായിരിക്കും എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജ് ടിക്കറ്റ് ടു ഫിനാലെ റൗണ്ടിൽ കൊടുക്കാൻ പോകുന്നത്. മേ ബി കൂടുതൽ എന്തെങ്കിലും ഒരു തുടക്കം ഒരു 2 പോയിന്റ്സ് 5 പോയിന്റ് എന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കൂടുതൽ പോയിന്റ്സ് കൊടുത്തേക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഗെയിമിൽ കുറച്ച് അഡ്വാൻറ്റേജസ് നമ്മുടെ ഈ ഒരു വീക്ക്ലി ടാസ്കിൽ വിജയിച്ച ആര്യന് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. സോ ഈ ഒരു ടാസ്ക് മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ആര്യൻ നല്ല മികച്ച പെർഫോമൻസ് തന്നെയായിരുന്നു. തുടക്കം മുതൽ അവസാനം വരെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. ആര്യൻ നല്ല രീതിയിൽ കളിച്ചു. അതുപോലെ തന്നെ അനീഷ് കളിച്ചു, നമ്മുടെ അനുമോള് കളിച്ചു, പിന്നെ നമ്മുടെ ഷാനവാസ് ആണെന്നുണ്ടെങ്കിൽ പോലും പ്രായത്തെ മറന്ന് നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു. ആദ്യ റൗണ്ട് മികച്ച രീതിയിൽ കളിച്ചു. രണ്ടാമത്തെ റൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആളുടെ ഒരു ഫിസിക്കൽ ഇഷ്യൂസും മറ്റു പ്രോബ്ലങ്ങളും കാരണം അതിൽ നിന്ന് ഇടികൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ആ രണ്ടാമത്തെ ടാസ്കിൽ ആ ഒരു പാവ എടുക്കുന്ന ടാസ്കിൽ നിന്ന് ആൾ മാറി നിന്നു. മൂന്നാമത്തെ ടാസ്കിൽ പൂർവാധികം ശക്തിയോടുകൂടി തന്നെ തിരിച്ചു വന്ന് നല്ല രീതിയിൽ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് മൂന്നാമത്തെ റൗണ്ടിൽ ആര്യനും ഷാനവാസിനുമാണെന്ന് തോന്നുന്നു. അറൗണ്ട് 51 53 പോയിന്റ്സ് എന്തോ മൂന്നാമത്തെ റൗണ്ടിൽ അല്ലെങ്കിൽ മൂന്നാമത്തെ ദിവസമായിട്ടുള്ള ഇന്ന് ഷാനവാസിനൊക്കെയാണ് ലഭിച്ചത്. അങ്ങനെ ഷാനവാസിനും എന്തോ 107 പോയിന്റ് എന്തോ ഷാനവാസും നേടിയിരിക്കുന്നത്. ഏറ്റവും പുറകിലൊന്നും അല്ല. എന്നിട്ടും ഒരു ഗെയിം കളിക്കാതിരുന്നിട്ട് പോലും നമ്മുടെ അക്ബർ ഖാൻ, സാബുമാൻ, നൂറ ഇവരൊക്കെയാണ് ഏറ്റവും പുറകില്. അതിൽ കൂടുതൽ പോയിന്റ്സ് ഷാനവാസിനൊക്കെ നേടാൻ സാധിച്ചു. പിന്നീട് മികച്ച ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ഗെയിം ചെയ്തവർ എന്ന് പറയുന്നത് അക്ബർ ഖാനും കുഴപ്പമില്ലാത്ത രീതിയിൽ ടാസ്കുകളൊക്കെ കളിച്ചിരുന്നു ആദ്യ ദിവസങ്ങളിൽ. എന്നാൽ രണ്ടാമത്തെ ദിവസം ആദിലെ ഒരു ചതി കാണിച്ചതോടുകൂടി ആള് മൊത്തത്തിൽ വീക്കായി പോയി ടാസ്കുകളിൽ മൊത്തത്തിൽ ഉഴപ്പിപ്പോകുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ബാക്കി പിന്നെ നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാൻ ആരും തന്നെ ഇല്ലല്ലോ. നൂറ, അതുപോലെ തന്നെ സാബുമാൻ ഇവരൊക്കെ വേസ്റ്റ് എന്ന് തന്നെ പറയാം. ആദിലെയാണെന്നുണ്ടെങ്കിൽ ഫേക്ക് ഗെയിം കളിച്ചും അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ ചതിച്ചും ഒക്കെ കുറച്ച് പോയിന്റ്സ് നേടി എന്നതല്ലാതെ ഒരു മികവ് എന്ന് പറയാൻ സാധിക്കത്തില്ല. എനിവേസ് ഈ ഒരു 11ാമത്തെ ആഴ്ചയിലെ ടിക്കറ്റ് ടു ഫിനാലയിൽ ഒരു അഡ്വാൻറ്റേജസ് കിട്ടുന്ന ഒരു മികച്ച ഒരു വീക്ക്ലി ടാസ്കിൽ ആര്യൻ വിജയിച്ച് ആര്യൻ ആ ഒരു TTFിലേക്കുള്ള ടിക്കറ്റ് ടു ഫിനാലയിലേക്കുള്ള ഒരു ബെനിഫിറ്റ്സ് നേടിയിരിക്കുകയാണ്. എന്താണെങ്കിലും നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.